ഹലോ, വെൽക്കം ബാക്ക് ടു അണ്ടർ ടച്ച് മീഡിയ. ഇറ്റ്സ് മീ കിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒന്ന് കറങ്ങാനിറങ്ങിയതാണ്. എവിടെയാണ് പോകേണ്ടതെന്ന് ഇതുവരെ തീരുമാനിച്ചില്ല. എന്തായാലും വീട്ടിൽ നിന്ന് ചാടിയിട്ടുണ്ട്. 3 2 വീലേഴ്സിലായിട്ടാണ് പോകുന്നത്. അമ്മയും അച്ഛനും ഒക്കെ അനിയനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെ തീരുമാനിച്ചില്ല എവിടെയാണ് പോകേണ്ടതെന്ന്. ഇവിടുന്ന് കുറച്ച് മാറി ഒരു പെട്രോൾ പമ്പുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കണ്ടുമുട്ടും. അവിടെ വെച്ച് എവിടെയാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇതുപോലെയൊക്കെ യാത്ര പോയിട്ടുള്ളവരാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഞങ്ങളിപ്പോൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഒരുപാട് ദൂരമൊന്നും പോവില്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ പോകുന്ന പോലെ പോലും പാരൻസിന് അങ്ങനെ അത്രയും നേരം ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിർത്തിയാണ് പോകുന്നത്. എന്നാൽ പോലും ഞങ്ങളങ്ങനെ ഒരുപാട് ദൂരത്തേക്കൊന്നും പോകാറില്ല. മാക്സിമം പോയാൽ ഒരു ഇടുക്കി ആ ഒരു ഡിസ്റ്റൻസൊക്കെയാണ് പോകാറുള്ളൂ. അപ്പോൾ ഇതുവരെ ഇന്ന് തീരുമാനിച്ചില്ല എവിടെ പോകണം എങ്ങനെ പോകണം എന്ന്. അപ്പോൾ ഇതാ ഞങ്ങളുടെ സ്ഥലമൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് ഷൂട്ടിംഗ് പ്ലേസസൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയൊക്കെ കുറേ മൂവീസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥലം വന്നിട്ട് തോട്ടുപുഴ കാഞ്ഞാറെന്ന് പറയും. ഒരുപാട് സീനറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ വെക്കേഷനൊക്കെ പോകാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്ന് സ്ഥലമൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോകാം. ഒരുപാട് പാലവും മലയും മാറും ഒക്കെയുള്ള അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്രോൾ പമ്പ് അടുക്കാറായിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങളുടെ വണ്ടിയിൽ പെട്രോൾ അത്യാവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് പെട്രോൾ അടിക്കണം. അപ്പോൾ ഞങ്ങളിവിടെ സൈഡിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ പെട്രോൾ അടിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി പോയിട്ടുണ്ട്. അപ്പോൾ പെട്രോൾ അടിയെല്ലാം കഴിഞ്ഞ് വണ്ടി നീങ്ങിയിട്ടുണ്ട്. അവിടെ വെച്ച് ഞങ്ങൾ തീരുമാനിച്ചത് ഇടുക്കി ഡാം കാണാനായിട്ട് പോകാമെന്നാണ്. ഞങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട്. അമ്മ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പോയി കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ മൂലമറ്റം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മൂലമറ്റത്തുനിന്ന് കൊളമാവ് പോകുന്ന വഴിക്ക് കയറിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ കൊളമാവ് എത്തിയിട്ടുണ്ട്. അമ്മയും അച്ഛനൊക്കെ അവിടെ ചായ കുടിക്കാനായിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചായ കുടിക്കുന്ന സ്ഥലത്തിൻ്റെ സൈഡിലായിട്ട് ഒരു ആമ്പൽക്കുളം കണ്ടപ്പോൾ അങ്ങോട്ട് ചാടി ഇറങ്ങിയതാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ കൊളമാവിൽ നിന്നൊക്കെ പോകുന്ന ഇപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഇതിലൂടെ വേണം നമുക്ക് ഇടുക്കിയിലോട്ട് പോകാൻ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരോട് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, എല്ലാ വീഡിയോയും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കൊളമാവ് ഒരു ഡാമുണ്ട്, അതുപോലെ ഇടുക്കിയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡാമുകളോ കാഴ്ചകളോ ഒന്നും നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടുക്കി ഡാമിൽ പോയിരുന്നു. പക്ഷേ അവിടെ ഇലക്ഷൻ പ്രമാണിച്ച് ഇപ്പോൾ എൻട്രി ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പാരൻസിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നതുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കല്ലുമേ കല്ല് എന്നൊരു സ്ഥലം ഇവിടെ ഉള്ളതായിട്ട് കണ്ടു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സ്ഥലത്തേക്കാട്ടോ. ഇനി ബാക്കി കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് പറയാവേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിത് ഇതുപോലൊരു സ്ഥലത്താണ് വന്ന് ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 2 സ്ഥലം ആക്ച്വലി ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം പോകാൻ പറ്റുന്ന ഏത് സ്ഥലമാണോ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ച് അവർ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഞങ്ങൾ ഇറങ്ങുവാണ്. ഫ്രണ്ട്സ്, ആക്ച്വലി നമ്മളിവിടെ വന്നപ്പോൾ ഇങ്ങനൊരു സ്ഥലമൊന്നുമല്ല കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചത്. ഇതിപ്പോൾ കയറി വന്നപ്പോൾ അപ്പുറം ഇപ്പുറം 2 വീടുള്ളതൊഴിച്ചാൽ പോകുന്ന വഴിക്കൊന്നും ആൾസഞ്ചാരം പോലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അതുപോലത്തെ ഒരു വഴി, നിഗൂഢതകളുടെ താഴ്വര എന്നൊക്കെ ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. കാരണം ഇപ്പുറമൊക്കെ ആരോഗ്യ സ്ഥലമൊക്കെയാണെന്ന് തോന്നുന്നു, റബ്ബറും പ്ലാവും ഒക്കെ ഉണ്ട്. എന്നാലും അധികം ടൂറിസ്റ്റ് വരുന്ന ആ ഒരു രീതിയിലുള്ളൊരു വ്യൂ ഒന്നുമല്ല നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഞങ്ങളിന്ന് പേടിച്ചു, പാരൻസിനെയൊക്കെ കൊണ്ട് പോവല്ലേ, എങ്ങനെ വീഴുമോ. കാരണം
ഇവിടെ ചവിട്ടുന്ന ഇടത്തൊക്കെ നിറയെ കരിയില കിടക്കുന്നുണ്ട്. നമുക്ക് സ്ഥലം എവിടെയാണ് കറക്റ്റായിട്ട് ചവിട്ടേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നമ്മൾ ചില സമയത്ത് ചില സ്ഥലത്ത് ചവിട്ടുമ്പോൾ ഇങ്ങനെ കാല് ശരിക്കും താഴ്ന്നു പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഈ ഇല്ലിയുടെ ഉള്ളില് ചക്ക ഉണ്ടാക്കി കിടക്കുന്ന പോലെ. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളില് ഉള്ള പ്ലാവ് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. Wow. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വിളക്കൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിളക്ക് കത്തിക്കലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളിവിടെ അധികം നേരം നിൽക്കുന്നില്ല, പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കറങ്ങലൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. ഇനി ആനക്കാട്ടിൽ കൂടെ വേണം വീട്ടിൽ പോകാൻ. അപ്പോൾ വീട്ടിൽ പോട്ടെ, ബായ്.